ഓം ശ്രീ ഗുരുഭ്യോ നമ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 3 കർമ്മയോഗ. ശ്ലോകം 16. ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തയതീഹയഃ അഘായൂരിന്ദ്രിയാരാമോ മോഘം പാർത്ഥ സജീവതി. ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തയതീഹയഃ അഘായൂരിന്ദ്രിയാരാമോ മോഘം പാർത്ഥ സജീവതി. ഹേ പാർത്ഥ, ഇപ്രകാരം സൃഷ്ടി നിയമങ്ങൾക്കനുസൃതമായി നടന്നുകൊണ്ടിരിക്കുന്ന യജ്ഞചക്രത്തിൻ്റെ പ്രവർത്തനക്രമം അനുസരിക്കാതെ ജീവിക്കുന്നവൻ ഇന്ദ്രിയങ്ങൾക്കടിമയും പാപഭാരം ചുമക്കുന്നവനുമാകുന്നു. അത്തരക്കാരുടെ ജീവിതം കൊണ്ട് ആർക്കും ഒരു പ്രയോജനവുമില്ല. വേദങ്ങളാൽ സ്ഥാപിക്കപ്പെട്ട യജ്ഞങ്ങൾ അനുഷ്ഠിക്കാതെ ജീവിക്കുന്നവൻ പാപം നിറഞ്ഞ ജീവിതമാണ് നയിക്കുന്നത്. ഇന്ദ്രിയസുഖത്തിനു വേണ്ടി മാത്രം ആഗ്രഹിക്കുന്ന അവൻ്റെ ജീവിതം ഫലമില്ലാത്തതാണ്. ഭൗതിക ലോകത്തിൽ സുഖിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ യജ്ഞകർമ്മങ്ങൾ അനുഷ്ഠിക്കുക തന്നെ വേണം. ഇന്ദ്രിയ സുഖാസക്തരായവർ യജ്ഞാനുഷ്ഠാനങ്ങൾ കൊണ്ട് സ്വയം ശുദ്ധീകരിക്കണം. ശ്ലോകം 17. യസ്ത്വാത്മരതിരേവ സ്യാദ് ആത്മതൃപ്തശ്ച മാനവഃ ആത്മന്യേവ ച സന്തുഷ്ട തസ്യ കാര്യം ന വിദ്യതേ. യസ്ത്വാത്മരതിരേവ സ്യാദ് ആത്മതൃപ്തശ്ച മാനവഃ ആത്മന്യേവ ച സന്തുഷ്ട തസ്യ കാര്യം ന വിദ്യതേ. ആത്മാവിൽ രതിയുള്ളവനും ആത്മാവിൽ സംതൃപ്തിയുള്ളവനും ആത്മാവിൽ തന്നെ ആനന്ദിക്കുന്നവനായും ജീവിക്കുന്ന ഒരാൾ പിന്നെ ഒന്നും ചെയ്യേണ്ടതില്ല. ആത്മാനുഭൂതിയിൽ സകല കർമ്മങ്ങളും അവസാനിക്കുന്നു. എന്തെന്നാൽ മനുഷ്യജീവിതം ആത്മസാക്ഷാത്കാരത്തിനു വേണ്ടി ഉഴിഞ്ഞുവയ്ക്കുകയും ആത്മാരാമനായി വർത്തിക്കുകയും ആത്മാവിൽ പൂർണ്ണ തൃപ്തനായി വർത്തിക്കുകയും ചെയ്യുന്നവന് കർത്തവ്യങ്ങളൊന്നും തന്നെ ഇല്ല. ശ്ലോകം 18. നൈവ തസ്യ കൃതേനാർത്തോ നാകൃതേനേഹ കശ്ചന ന ചാസ്യ സർവഭൂതേഷു കശ്ചിദർത്ഥവ്യവാശ്രയഃ. നൈവ തസ്യ കൃതേനാർത്തോ നാകൃതേനേഹ കശ്ചന ന ചാസ്യ സർവഭൂതേഷു കശ്ചിദർത്ഥവ്യവാശ്രയഃ. അങ്ങനെയുള്ള ഒരാൾക്ക് കർമ്മം ചെയ്തിട്ട് എന്തെങ്കിലും നേടേണ്ടതായിട്ടില്ല. കർമ്മം ചെയ്തില്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെടാനുമില്ല. ഈ പ്രപഞ്ചത്തിൽ അയാൾ ഒരു ജീവിയെയും സ്വാർത്ഥത്തിനായി ആശ്രയിക്കേണ്ടതായും ഇല്ല. ശ്ലോകം 19. തസ്മാദസക്ത സതതം കാര്യം കർമ്മ സമാചര അസക്തോ ക്യാചരൻ കർമ്മ പരമാപ്നോതി പൂരുഷഃ. തസ്മാദസക്ത സതതം കാര്യം കർമ്മ സമാചര അസക്തോ ക്യാചരൻ കർമ്മ പരമാപ്നോതി പൂരുഷഃ. അതുകൊണ്ട് നീ എല്ലായ്പ്പോഴും എല്ലാ കർത്തവ്യകർമ്മങ്ങളും വേണ്ടതുപോലെ അനുഷ്ഠിക്കുക. എന്തുകൊണ്ടെന്നാൽ ആസക്തി വെടിഞ്ഞ് കർമ്മം ചെയ്യുന്ന ഒരാൾ പരമാത്മപദം പ്രാപിക്കുന്നു. ഇന്ദ്രിയതൃപ്തിക്കായി ചെയ്യപ്പെട്ട ദുഷ്കർമ്മങ്ങളിൽ നിന്ന് ജീവനെ ശുദ്ധീകരിക്കാൻ സഹായിക്കുന്നവയാണ് വേദോക്തങ്ങളായ യജ്ഞങ്ങളും ചടങ്ങുകളുമെല്ലാം. അതുകൊണ്ട്
യജ്ഞത്തെ അനുഷ്ഠിക്കുക തന്നെ വേണം. ഹരി ഓം.